എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൊട്ടിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അധികം എല്ലാ വീഡിയോസിനും അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാറില്ല. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ റിയാദിലാണുള്ളത്, സൗദി അറേബ്യയിൽ റിയാദിലാണ്. ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നത് ഡെയിലി വ്ളോഗ്സും റിയാദിലെ വിശേഷങ്ങളും റിയാദിൽ പുതുതായി വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ റിയാദിലുള്ള ആളുകളും അതുപോലെ തന്നെ റിയാദിലെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി കണ്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കംപ്ലീറ്റ് ഫാനായി മാറിയിരിക്കുകയാണ് ഞാൻ. ഇതിനൊരു അഡിക്ഷൻ വന്നു തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു നല്ലൊരു ഹോട്ട് ഷവറൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള എന്തെങ്കിലും, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു 4 ഡിഗ്രിയൊക്കെ ആണെന്ന് തോന്നുന്നു ഇന്നത്തെ വെതർ. നല്ല ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ആനിമേഷൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആ നൂഡിൽസിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നൂഡിൽസും എഗ്ഗും എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ടേബിൾ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ കുറേ ലെക്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാനൊരു ടേബിൾ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി വാച്ച് ചെയ്യുക. ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ നല്ല വൈബായിട്ട് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഫീലാണ് ആ ഒരു സംഭവത്തിന്. അത് ആ ഒരു ഫീലിംഗ് ഉള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ മനസ്സിലാകും. ഇങ്ങനെ നമ്മൾ നല്ല എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും മൂവിയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് വീഡിയോസ് എല്ലാം കാണുന്നത്. ഇതുപോലുള്ള ആനിമേഷൻ വീഡിയോസും ഡ്രാമാസൊക്കെ വാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ എന്തെങ്കിലും ഡ്രാമ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരുപാട് കാണുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. ന്യൂലി റിലീസാകുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി ഹേർട്ട് വാമിംഗ് ടെയിൽ ഓഫ് യൂത്ത് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമേഷൻ മൂവിയാണ്. ഇറ്റ്സ് വർത്ത് ടു വാച്ചാണ്. ഒരു സ്കൂൾ ലവ് സ്റ്റോറിയൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അടിപൊളി
ഡ്രാമയാണ് കേട്ടോ. ഇത് മറ്റ് സൈറ്റിലൊന്നുമല്ല, നമ്മുടെ സ്വന്തം യൂട്യൂബിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. യൂട്യൂബിൽ ഈ ഡ്രാമ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ മൂവിയും കഴിഞ്ഞു, എൻ്റെ ഫുഡ് കഴിക്കലും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ റൂട്ടീനാണ്. എനിക്ക് ഭയങ്കര ഒരു വലിയ സ്കിൻ കെയർ റൂട്ടീനൊന്നും ഇല്ല. കാരണം എൻ്റെ ഫേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ആക്നെയും അതുപോലെ ഓയിലിയും കോമ്പിനേഷനൊക്കെ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 1-2 പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ, പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ടാഗ് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ കിട്ടുന്ന ഒരു റോട്ടയുടെ ഗ്ലിസറിൻ്റെ ഒരു ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല കോൾഡ് ആയതുകൊണ്ടും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ബോഡി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലോഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂട്ടാഹയ, വാസ്ലൈൻ്റെ ഗ്ലൂട്ടാഹയ ഇപ്പോൾ അത്യാവശ്യം നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഞാനൊന്ന് മേടിച്ചു, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്കിന്നിന് ഇത് ചേരോ ഇല്ലെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഒരു 2 വീക്സൊക്കെ ആയിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും അറിയിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലത്ത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു യെല്ലോ പ്രോഡക്റ്റ് അക്വാലോജിക്കയുടെ ഒരു മോയ്സ്ചറൈസറാണ്. അത് ഞാൻ നെക്കിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്കിലും കുറച്ച് ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അധികമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ പ്രോപ്പറായിട്ട് അതും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ റെക്കമെൻഡ് ചെയ്തൊരു ഫേസ് വാഷ് ഉണ്ട്. ആ ഫേസ് വാഷ് ഞാൻ ഇതിലൂടെ കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ജെല്ലുണ്ട്. അതെൻ്റെ പിമ്പിളിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ പരീക്ഷിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും എൻ്റെ സ്കിന്നിന് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഈ ഒരു ടൈപ്പായിരുന്നു എൻ്റെ സ്കിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള എൻ്റെ സ്കിന്ന് ഇപ്പോൾ ഈ ഒരു ടൈപ്പായിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡ്രൈ ആവുന്ന സമയത്ത് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ചിട്ട് കുറച്ച് മാറും. പക്ഷേ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന അത്ര ക്ലിയർ സ്കിൻ ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ മുമ്പുണ്ടായിരുന്ന, ഞാൻ നേരത്തെ എൻ്റെ പിമ്പിൾസിൻ്റെ കാണിച്ചല്ലോ, ആ ഒരു സ്കിൻ ടൈപ്പ് എൻ്റെ ചീക്കിലും 2 ചീക്കിലും അതുപോലെ തന്നെ എൻ്റെ താടിയിലും നെറ്റിയിലും എല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് പിമ്പിൾ. കംപ്ലീറ്റ് ഫേസ് എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഫേസ് വാഷും ആ ഒരു ജെല്ലും മാത്രമായിരുന്നു എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊന്ന് ചേഞ്ച് ആക്കിക്കൊണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കും. അങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റൊക്കെ നോക്കാറുള്ളത്. പിന്നെ ഞാനിതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഒട്ടും വർക്കായില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി. പിന്നെയാണ് ഡോക്ടറെ കാണിച്ചതും ഡോക്ടർ എനിക്ക് ഈ മെഡിസിൻ റെക്കമെൻഡ് ചെയ്തതും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ്, സ്കിന്നിൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താതെ ഡോക്ടറെ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.